അതൊരു മാർച്ച് മാസമായിരുന്നു. തണുപ്പുകാലം വേനൽക്കാലത്തിന് വഴിമാറിക്കൊണ്ടിരുന്ന ഒരു മാർച്ച് മാസം. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പെൺകരടിയെ അത് സ്ഥിരമായി കാണപ്പെടാറുള്ള ഒരു സ്ഥലത്ത് വെച്ച് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഈ കരടി എനിക്ക് അത്ര പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാകുവാൻ ചില കാരണങ്ങളുണ്ട് കേട്ടോ. കഴിഞ്ഞ 3 മാസത്തോളമായി ഒരു കുഞ്ഞുമായി നടക്കുന്ന മഠായി സോണിലെ ഒരേ ഒരു കരടി എന്നുള്ളതാണ് ഒന്നാമത്തേത്. ഈ പെൺകടുവയുൾപ്പെടെ 2 കടുവകളുടെ ടെറിട്ടറികൾക്കുള്ളിൽ അതിസമർത്ഥമായി അതിജീവിക്കുന്ന ഒരു കരടി എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം ഞാനിപ്പോൾ പറയുന്നില്ല. ഒരൽപ്പം കൂടി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ അമ്മക്കരടിയെയും കുഞ്ഞിനെയും പിന്തുടർന്ന് ചിത്രീകരിക്കാൻ അവസരം ലഭിച്ചപ്പോഴാണ് കരടിക്കുഞ്ഞുങ്ങളുടെ ആദ്യകാല ജീവിതമെന്ന് പറയുന്നത് വളരെയേറെ കോമഡി മുഹൂർത്തങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് എന്നെനിക്ക് മനസ്സിലായത്. അത്തരം കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നതും. യഥാർത്ഥത്തിൽ ഒരു കരടിക്കുഞ്ഞ് അതിൻ്റെ ചുറ്റുപാടുകളെ പഠിക്കാൻ ശ്രമിക്കുന്ന രീതികളും അപ്പോൾ പറ്റുന്ന അബദ്ധങ്ങളുമൊക്കെ നമുക്ക് കോമഡി പോലെ തോന്നിപ്പോകുന്നു എന്നതാണ് സത്യം. എങ്കിലും ആ കാഴ്ചകളിൽ വന്യശൈശവത്തിൻ്റെ നൈർമല്യമുണ്ട്, പരുക്കൻ മാതൃപരിചരണത്തിൻ്റെ ഉദാഹരണങ്ങളുണ്ട്, പിന്നെ കളിക്കൂട്ടിൻ്റെയും മത്സരത്തിൻ്റെയും യാഥാർത്ഥ്യങ്ങളുമുണ്ട്. 4-5 മാസത്തെ ഗർഭകാലത്തിന് ശേഷം കരടിക്കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നത് ഏതെങ്കിലും ഗുഹാന്തർഭാഗത്തെ ഇരുളിലായിരിക്കും. അതും കണ്ണുകൾ തുറക്കാതെയും ശരീരത്തിൽ അധികമൊന്നും രോമങ്ങളില്ലാതെയുമൊക്കെ. ജന്തുലോകത്ത് കരടിയുടെ അടുത്ത ബന്ധുക്കളായ കാനിഡ്സ് എന്ന നായ കുടുംബക്കാരും പിന്നിപ്പീഡ്സ് എന്ന സീൽ കുടുംബക്കാരുമൊക്കെ ഇങ്ങനെ നിസ്സഹായരായ കുഞ്ഞുങ്ങളെയാണ് പ്രസവിക്കുന്നത്. ഇങ്ങനെ പൂർണ്ണമായും നിസ്സഹായരായി പിറക്കുന്ന ജന്തുക്കളെ അൾട്രീഷ്യൽ മൃഗങ്ങൾ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു അൾട്രീഷ്യൽ ബേബിയായി പിറന്ന് 40-45 ദിവസങ്ങൾ കൊണ്ട് ദേഹത്ത് രോമങ്ങളൊക്കെ വളർന്നു തുടങ്ങി കണ്ണുകളൊക്കെ ഒന്ന് തുറന്നതിന് ശേഷം 60 ദിവസമെങ്കിലും കഴിഞ്ഞാണ് അവ അമ്മക്കരടിയുടെ പുറത്തിരുന്ന് പുറം ലോകത്തെ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നത്. ഇതേ പെൺകരടിയുടെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ എനിക്ക് ചിത്രീകരിക്കുവാൻ അവസരങ്ങൾ ലഭിച്ചത് അവളുടെ 3ാമത്തെ പ്രസവത്തിലെ ഈ ഒറ്റ കുഞ്ഞിൻ്റെ ജീവിതമാണ്. ഈ കരടി എനിക്ക് പ്രിയപ്പെട്ട ഒന്നാകാനുള്ള 3ാമത്തെ കാരണം അതാണ്. നേരത്തെ ശൈശവത്തിൻ്റെ നൈർമല്യത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഒരു കരടിക്കുഞ്ഞിൽ അതെങ്ങനെയാണ് കാണപ്പെടുന്നതെന്ന് പറയാം. ഒരിക്കൽ കാണുമ്പോൾ അത് പതിവ് പോലെ അമ്മയുടെ പുറത്തിരിക്കുകയാണ്. 400 ഗ്രാമോളം വരുന്ന രോമത്തിൻ്റെ ഒരു ബണ്ടിൽ പോലെയാണ് ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ആർക്കും തോന്നുക. അതിൻ്റെ മൃദുവായ പിൻകാലുകൾ അമ്മയുടെ പുറത്തു നിന്നും തെന്നിപ്പോകുന്നതും വീണ്ടും അതുപയോഗിച്ച് തന്നെ ശരിയായി ഇരിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ അപ്പോൾ കാണാമായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴും തൻ്റെ മുൻകാലിൻ്റെ നീണ്ട നഖങ്ങളുടെ ഉപയോഗം എന്താണെന്ന് അതിന് മനസ്സിലായിട്ടില്ല എന്നെനിക്ക് തോന്നി. അവ തികച്ചും അനാവശ്യമായി തോന്നിയ അത് ശിശു സഹജമായ കൗതുകത്തോടെ ആ വിരലുകൾ വായിൽ വെച്ച് കടിച്ചുകൊണ്ടേയിരുന്നു. ഒരു വന്യമൃഗത്തിൻ്റെ കുഞ്ഞിൽ പോലും സഹജമായുള്ള നിഷ്കളങ്കത എത്രയേറെയാണെന്ന് തോന്നിപ്പോകുന്ന ഒരു കാഴ്ചയാണിത്, അല്ലേ? എന്നാൽ ഇതിലൊന്നും കാര്യമായി ശ്രദ്ധിക്കാതെ അമ്മക്കരടി പൂർണ്ണമായും തീറ്റയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. 2-3 മാസക്കാലം കുഞ്ഞിൻ്റെ പരിചരണത്തിൽ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞതല്ലേ. നഷ്ടമായി പോയ ശരീരത്തിൻ്റെ ഊർജം വീണ്ടെടുക്കേണ്ടത് അത്യാവശ്യവുമാണല്ലോ. അല്ലെങ്കിലും പരുക്കൻ രീതിയിലുള്ള മാതൃപരിചരണത്തിൻ്റെ ഉദാഹരണമാണല്ലോ പെൺകരടികൾ. നേരത്തെ അപ്ലോഡ് ചെയ്ത മറ്റൊരു വീഡിയോ ആണ് അതിനുള്ള ഏറ്റവും നല്ല തെളിവ്.
കരടി എന്ന മൃഗത്തെ പറ്റിയുള്ള നമ്മുടെ അറിവുകൾ നോക്കിയാൽ അത് വളരെ കുറവാണ് എന്നതാണ് സത്യം. ഇന്ത്യയിലുള്ള 4 തരം കരടികളെക്കാൾ നാം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് അമേരിക്കൻ ഗ്രിസിലി ബെയറിനെ പറ്റിയും പിന്നെ ധ്രുവക്കരടിയെയും ഒക്കെ ആയിരിക്കും, അല്ലേ? എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഈ തേൻകരടിയുടെ ജീവിത രീതികൾ പോലും കടുവയുടെയോ ആനയുടെയോ ജീവിതങ്ങൾ പോലെ അത്രയധികം ചിത്രീകരിക്കപ്പെട്ടിട്ടില്ലാത്ത ഒന്നാണ്. ഇനി ഈ കരടിക്കാണെങ്കിൽ നാം ചാർത്തിക്കൊടുത്തിരിക്കുന്നതോ ഒരു വില്ലൻ പരിവേഷവും. അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു മൃഗത്തിൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തെ പിന്തുടർന്നപ്പോഴാണ് എനിക്ക് ഈ ലഭിച്ച വളരെ രസകരമായ കാഴ്ചകളൊക്കെയും. ജീവിത പഠനങ്ങളുടെ കാഴ്ചകളിൽ ഞാൻ ആദ്യം കണ്ട കാഴ്ച അത് ചെടികളെയും മറ്റും അടുത്തറിയാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ്. ചിലതരം ചെടികളെ തൊട്ടുനോക്കിയും കുറച്ചൊക്കെ ആ കുഞ്ഞുവായി കൊണ്ടൊന്ന് കടിച്ചു നോക്കിയുമൊക്കെയാണ് അത് അറിയാൻ ശ്രമിച്ചത്. എന്നാൽ മറ്റു ചിലതരം ചെടികളിൽ അത്തരം പരീക്ഷണം നല്ലതല്ലെന്ന് അത് മനസ്സിലാക്കിയിരുന്നു. പ്രത്യേകിച്ച് തുടലിവള്ളി പോലെ മുള്ളുള്ള ചെടികളിൽ ഈ തൊട്ടറിയൽ വേണ്ടെന്ന് വെക്കുന്നത് തന്നെയാണ് നല്ലതെന്നും പകരം അമ്മ ചെയ്യുന്നത് പോലെ നിലത്ത് നോക്കി എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണ് കൂടുതൽ സേഫ് എന്നും അതിൽ തന്നെ ഏറ്റവും സുരക്ഷിതം അമ്മയോട് ചേർന്ന് ആ വയറിൻ്റെ അടിയിൽ നിന്നൊക്കെ പരീക്ഷണങ്ങൾക്ക് ശ്രമിക്കുന്നതാണ്. പക്ഷേ അപ്പോഴും ശ്രദ്ധ വളരെ വേണമെന്ന് മാത്രം. കാരണം വളരെ ഗൗരവത്തോടെ അമ്മ നിലം ഉഴുതുമറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനു മുമ്പിൽ ചെന്ന് പെടാതിരിക്കുന്നതാണ് നല്ലത്. ആ ബലിഷ്ഠമായ കൈകൾ ഉപയോഗിച്ച് അമ്മ ചിലപ്പോൾ തട്ടിമാറ്റിയെന്നും വരാം. നീണ്ട നഖങ്ങളും കനത്ത കൈകളുമുള്ള അമ്മയിൽ നിന്നും സോഫ്റ്റ് ടച്ച് പ്രതീക്ഷിക്കുവാനും പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ പുറത്തു കിടക്കുന്ന വലിയ മൺകട്ടകളൊന്നിൽ കയറി നോക്കിയാലോ? ആ ശരീരത്തിനെ ഒന്ന് മറിച്ചിടാൻ ഈ കട്ടകളുടെ വലിപ്പം തന്നെ ധാരാളമാണ് താനും. മറ്റൊരിക്കൽ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇരുവരും നടന്ന് എൻ്റെ സഫാരി ജീപ്പിനടുത്ത് എത്തിച്ചേർന്നത്. അത്രയും അടുത്ത് ജീപ്പ് കണ്ട കുഞ്ഞ് വളരെ എക്സൈറ്റഡ് ആയിപ്പോയി. സർപ്രൈസായി എന്ത് കണ്ടാലും നിവർന്നു നിൽക്കുക എന്നത് കരടിയുടെ ഒരു പൊതു സ്വഭാവമാണല്ലോ. അങ്ങനെ നിൽക്കുമ്പോൾ നെഞ്ചത്തുള്ള വരകൾ ശത്രുവിനെ ഭയപ്പെടുത്താൻ പ്രയോജനപ്പെടുകയും ചെയ്യും. പക്ഷേ ആ ജീപ്പ് തൻ്റെ അമ്മയെ അത്രയൊന്നും എക്സൈറ്റഡ് ആക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ കുഞ്ഞ് ഒരല്പം കൂടി സാഹസികനാകാൻ തീരുമാനിച്ചു. അത് നടന്നടുത്തു വന്ന് ജീപ്പിനെ ആകമാനം പരിശോധിക്കുവാൻ തുടങ്ങി. വളരെ കൗതുകത്തോടെയുള്ള പരിശോധന. അതിനിടയിൽ എപ്പോഴോ ജീപ്പിന്റെ മെറ്റാലിക് ഭാഗങ്ങളിൽ എങ്ങോ നിന്നുണ്ടായ ശബ്ദം കേട്ട് അത് അമ്മയുടെ അടുത്തേക്ക് തന്നെ മടങ്ങുകയും ചെയ്തു. എന്നിട്ട് സാവധാനം അമ്മയോടൊപ്പം നടന്ന് ആ കാട്ടിലേക്ക് മറയുവാനും തുടങ്ങി. നിലത്ത് നിന്നുകൊണ്ട് നടത്തുന്ന ഇത്തരം സാഹസങ്ങളുടെ അടുത്ത ഘട്ടം മരം കയറ്റം പരിശീലിക്കുക എന്നതാണ്. പക്ഷേ അതിനും പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ പാഠം തന്നെ ഇപ്രായത്തിൽ അമ്മയുടെ പുറത്തു നിന്നും നേരിട്ട് മരത്തിലേക്ക് ചാടരുത് എന്നതാണ്. ചാടിയാലോ പൊതിക്കെട്ട് പോലെ നിലത്ത് വീഴും എന്നതാണ് ഫലം. പിന്നെ എങ്ങനെ ചെയ്യണം? നിലത്തിറങ്ങി നടന്നു വന്ന് മരത്തിൽ കയറുക. അതാണ് മരം കയറ്റത്തിലെ രണ്ടാം പാഠം. അങ്ങനെ രണ്ടാം പാഠം മനസ്സിലാക്കി മരം കയറുമ്പോഴാണ് ഒരിക്കൽ പ്രയോജനമില്ലെന്ന് കരുതിയിരുന്ന നഖങ്ങളുടെ യഥാർത്ഥ ഉപയോഗം തിരിച്ചറിയുന്നതും. പക്ഷേ നിലത്തു നിന്നും കയറുന്ന ഉയരവും മരത്തിന് അമ്മയിൽ നിന്നുള്ള ദൂരവുമൊക്കെ മനസ്സിലാക്കണമെന്ന് മാത്രം. അല്ലെങ്കിൽ ധൃതി പിടിച്ചിറങ്ങി അമ്മയുടെ പുറത്ത് ഓടിച്ചെന്ന് കയറേണ്ടി വരുമെന്നതാണ് മരം കയറ്റത്തിലെ മൂന്നാം പാഠം.
കൂട്ടമായി ജീവിക്കുന്ന മൃഗങ്ങളുടെ കുട്ടികൾക്ക് ഒരു ഭാഗ്യമുണ്ട്. അവർക്ക് കളിക്കൂട്ടുകാരെ ലഭിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമേയല്ല. എന്നാൽ നമ്മുടെ കരടി ഒരു സോളിറ്ററി ആനിമൽ ആയതിനാൽ ഒറ്റ കുഞ്ഞുങ്ങൾക്ക് കളിക്കൂട്ടുകാരെ ലഭിക്കാറേയില്ല. സിംഗിൾ പേരന്റായ അമ്മയാവട്ടെ എപ്പോഴും ഭക്ഷണം തേടുന്ന തിരക്കിലുമായിരിക്കും. ഇങ്ങനെ സമൂഹ ജീവിതത്തിന്റെ കാര്യത്തിൽ സ്ലോത്ത് ബെയറിന്, തേൻകരടിക്ക് ഏറ്റവും അധികം സാമ്യതയുള്ളത് ബാഡ്ജേഴ്സും റാക്കൂണുമൊക്കെ ഉൾപ്പെടുന്ന മസ്റ്റലിഡ് എന്ന മൂന്നാമത്തെ ബന്ധുകുടുംബവുമായിട്ടാണ്. അവയും ഏകാന്തവാസികളാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ചുറ്റുപാടും കാണുന്ന ഏത് സാധനങ്ങളിലും ഒരു കളിപ്പാട്ടം സങ്കല്പിക്കുകയും അതിലൊക്കെ ഒരു ഗെയിം കണ്ടെത്തുകയും ചെയ്യാനേ ഒരു ഒറ്റക്കരടി കുഞ്ഞിന് കഴിയൂ. കുഞ്ഞുങ്ങൾ രണ്ടായാൽ കളിക്കൂട്ടിന് ഒരാളുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ രണ്ട് ചെറിയ കുഞ്ഞുങ്ങളുമായി നടക്കുന്ന ഒരു പെൺകരടിയുടെ ദൃശ്യം ചിത്രീകരിക്കാനിടയായത് മറ്റൊരു വേനൽക്കാലത്തായിരുന്നു. ഒരു കാട്ടുപൊയ്കയിൽ വെള്ളം കുടിക്കാനെത്തിയ ആ കുടുംബം വളരെ റിലാക്സ്ഡ് ആയിരുന്നതിനാൽ കുറേ നല്ല മുഹൂർത്തങ്ങൾ ചിത്രീകരിക്കാനും എനിക്കായി. അമ്മയുടെ പുറത്തുനിന്നും താഴെ ഇറങ്ങിയ കുഞ്ഞുങ്ങൾ അമ്മയെ അനുകരിച്ച് വെള്ളം കുടിക്കുകയും തുപ്പിക്കളയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ നിമിഷവും അമ്മ അവിടെ നിന്ന് ചലിക്കാൻ തുടങ്ങുന്നുവെന്ന് തോന്നിച്ചപ്പോഴൊക്കെ അവ പെട്ടെന്ന് തന്നെ അമ്മയുടെ പുറത്ത് ചാടിക്കയറുവാൻ മത്സരിക്കുന്നതും കാണാമായിരുന്നു. പക്ഷേ വേനൽ ചൂടിന്റെ തീവ്രതയിൽ ആ കുളത്തിന് സമീപം അല്പം കൂടി വിശ്രമിക്കാൻ തന്നെയായിരുന്നു അമ്മയുടെ പ്ലാൻ. അത് മനസ്സിലാക്കിയ കുഞ്ഞുങ്ങളാകട്ടെ വീണ്ടും നിലത്തിറങ്ങി ഇളകിക്കിടക്കുന്ന മൺകട്ടകൾ നഖം കൊണ്ട് വീണ്ടും ഇളക്കി തട്ടിക്കളിക്കാൻ തുടങ്ങി. അതോടൊപ്പം മൂക്ക് ഒരു ഉപകരണമായി ഉപയോഗിക്കാൻ പരിശീലിക്കുകയും. അവസാനം അവിടെ നിന്നും പോകാൻ തന്നെ തീരുമാനിച്ച് അമ്മ നടന്നു തുടങ്ങിയത് കണ്ടപ്പോഴാണ് നേരത്തെ മത്സരത്തിന്റെ ഉദ്ദേശം മനസ്സിലായത്. അത് അമ്മയുടെ പുറത്തെ ഏറ്റവും നല്ല പൊസിഷൻ തന്നെ കിട്ടാൻ വേണ്ടിയായിരുന്നു. ഏറ്റവും നല്ല പൊസിഷൻ എന്നാൽ ഏറ്റവും മുന്നിൽ തന്നെ എന്നർത്ഥം. ഈ ഇരട്ടക്കുട്ടികൾ ഒരല്പം കൂടി മുതിർന്നു കഴിഞ്ഞ മറ്റൊരു സമയത്താണ് ഒരിക്കൽ എന്തോ കാരണത്താൽ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്ന ആ അമ്മക്കരടിയെ കാണുന്നത്. ആ ഭയത്തിന്റെ കാരണം കുറച്ചപ്പുറയുള്ള കുറ്റിക്കാട്ടിൽ മറഞ്ഞിരിക്കുന്നുമുണ്ടായിരുന്നു. മഞ്ഞ നിറത്തിലെ ആ കറുത്ത വരകൾ ആ അമ്മക്കരടി ഉറപ്പായും കണ്ടിട്ടുണ്ടാവണം. അമേരിക്കൻ കരടികളിൽ നടത്തിയ പരീക്ഷണങ്ങളാണല്ലോ കരടികൾക്ക് കളർ വിഷൻ ഉണ്ടെന്ന് തെളിയിച്ചത്. അങ്ങനെ ആ മഞ്ഞക്കളർ കണ്ടതുകൂടാതെ നമ്മുടെ ഈ കരടി ആ ശത്രുവിനെ തൻ്റെ മൂക്കുകൊണ്ട് മണത്തെറിഞ്ഞിട്ടും ഉണ്ടാവാം. പക്ഷേ ഇപ്പോൾ ഹണ്ട് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതിനാലാവാം ആ കടുവയ്ക്ക് അവിടെ തന്നെ ഇരിക്കാനായിരുന്നു പ്ലാൻ. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും കുഞ്ഞുങ്ങളുമായി രക്ഷപ്പെടാനുള്ള തത്രപ്പാടിലായിരുന്നു അമ്മക്കരടി. ആ ശ്രമത്തിനിടയിൽ അമ്മപ്പുറത്ത് കയറിക്കഴിഞ്ഞ ഒരു കുഞ്ഞ് പ്രൈം പൊസിഷൻ തന്നെ കൈക്കലാക്കിയിരുന്നു. രണ്ടാമത്തെ ആളാവട്ടെ അമ്മയുടെ പിൻകാലുകളിൽ പിടിച്ചുകൊണ്ട് നടക്കുകയും സാരിത്തുമ്പിൽ നിന്ന് പിടിവിടാത്ത ഒരു 3 വയസ്സുകാരിയെ പോലെ. ഒറ്റക്കുഞ്ഞാണെങ്കിലും ഇരട്ടക്കുട്ടികളാണെങ്കിലും ഓരോ നിമിഷത്തിലും ഓരോ പ്രായത്തിലും അതിജീവനത്തിന്റെ പാഠങ്ങൾ നിരന്തരം പരിശീലിച്ചാണ് ഒരു കരടിക്കുഞ്ഞ് വളർന്നു വരുന്നത്. അവയുടെ ഈ അഭ്യാസങ്ങൾ കാണുമ്പോൾ നമ്മൾ മനുഷ്യരിൽ ഒരുപക്ഷെ ചിരിയുണ്ടായേക്കാം. പക്ഷേ അവർക്കത് വളരെ ഗൗരവമായ കാര്യമാണ്. സ്വന്തം ജീവനോളം തന്നെ ഗൗരവമായ കാര്യം. അങ്ങനെ കരടിക്കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ആരും കാണാത്ത മുഹൂർത്തങ്ങൾ പങ്കുവച്ച ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റുകൾ അയച്ചും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു. നമസ്കാരം.